കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വീണ്ടും ഒരു നല്ല പ്രഭാതം കാണുവാനും നമുക്കേവർക്കും ദൈവവചനം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും നല്ലൊരു അവസരം ലഭിച്ചതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് ആദ്യമായിട്ട് നന്ദി അറിയിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രേക്ഷകരായിരിക്കും നിങ്ങൾക്ക് ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളിലും ഇപ്പോഴും ഇനി തുടർന്നു പോകുന്നതായ ഈ മിഷൻ 7 നിങ്ങൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നതായ ഞങ്ങളുടെ ഈ പ്രഭാത ജാഗരണം തീർച്ചയായും നിങ്ങളിലൂടെ വലിയൊരു സഹകരണം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിൽ നമുക്ക് പങ്കുചേരാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളേവരെയും ഈ മിഷൻ 7 നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ചിന്താവിഷയം ഇപ്രകാരമാണ്: ബൈബിൾ പഠനത്തിൻ്റെ പ്രതിഫലങ്ങൾ. ബൈബിൾ പഠനത്തിൻ്റെ പ്രതിഫലങ്ങൾ. ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്താവിഷയം. ഇതിന് വേദഭാഗം നമുക്ക് നൽകിയിരിക്കുന്നത് 2 പത്രോസ് 2-ാം അധ്യായം 20-ാം വാക്യമാണ്. കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. സുപരിതമായൊരു വാക്ക് തന്നെയാണ് അല്ലേ? കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ നമ്മളേവരും, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കള്, ദൈവിക പരിജ്ഞാനത്തിൽ ആയിരിക്കണം എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന് ആരാണ്? ജ്ഞാനികളിൽ ജ്ഞാനിയായ ദൈവമാണ്. പ്രത്യേക ദൈവജനം പറഞ്ഞത് നമുക്ക് ജ്ഞാനമുണ്ടാകണമെങ്കിൽ യഹോവ ഭക്തി ആവശ്യമാണ്. നിരന്തരമായ പ്രാർത്ഥനയും വേദപുസ്തക വായനയിലൂടെയും പഠനത്തിലൂടെ നമുക്ക് അഗാധമായ പരിജ്ഞാനം നമുക്ക് നേടി എടുക്കുവാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഒരു വലിയ വെളിച്ചം നവീകരണകർത്താക്കൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. കാരണം അവരുടെ ദുർവ്യാഖ്യാനങ്ങളാലാണ് അത് സംഭവിച്ചത്. വെളിച്ചം അവർക്കൊരു പക്ഷേ നേടിടാൻ കഴിയാതെ അതൊരു പക്ഷേ ഒരു മറവിയിലേക്ക്, ദുർവ്യാഖ്യാനത്തിലേക്ക് കടന്നുപോയി. എന്നാൽ അതിന് കാരണമെന്നറിയാമോ? തിരുവെഴുത്തുകളുടെ ദുർവ്യാഖ്യാനമായിരുന്നു. മാത്രമല്ല, ഈ നൂറ്റാണ്ട് പ്രത്യേകിച്ച് പിശകുകൾ ഓരോ നൂറ്റാണ്ടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പിശക് നൂറ്റാണ്ടുകളിലൂടെ താഴേക്ക് ഇറങ്ങി വന്നു. മാത്രമല്ല, അവർ പ്രായം കൊണ്ട് നരച്ചവരായിരുന്നപ്പോഴും അവർക്ക് പിന്നിൽ ഇപ്രകാരമാണ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന തലക്കെട്ടുണ്ടായില്ല. കാരണം സങ്കീർത്തനം 89:34 നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയില്ല എന്ന് ദൈവവചനം പറയുകയാണ്. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ യാതൊരു ഭാവഭേദവുമില്ല. എല്ലാം ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഉദാത്തമായ കൃപയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു വരദാനമാണ്. ഇത് നമുക്ക് സ്വയത്തമാക്കുവാൻ വേദപുസ്തക വായന, പഠനം അത്യന്താപേക്ഷിതമാണ്. മാത്രമല്ല, നവീകരണകർത്താക്കൾ ഒരു പക്ഷേ അവർക്ക് ഒരു വലിയ വെളിച്ചം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ദുർവ്യാഖ്യാനങ്ങളിലൂടെ എന്ത് സംഭവിച്ചു? അറിവുകൾ ലഭിക്കാതെ പോയി. എന്നാൽ നമുക്ക് അറിവ് ലഭിക്കണമെങ്കിൽ, ജ്ഞാനം ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയോടുകൂടെ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അത് തീർച്ചയായും സ്വയത്തമാക്കത്തക്കണം സാധിക്കും. ഇവിടെ ക്രിസ്തുവിൽ സർവ്വജ്ഞാനത്തിൻ്റെയും ഉറവയുണ്ട്. അപ്പോൾ യേശുവിനോടുകൂടെ നടക്കുന്നവർക്ക്, യേശുവിനോടുകൂടി ആയിരിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ വചനത്തിൽ നാം ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ നമ്മൾ സർവ്വജ്ഞാനത്തിൻ്റെയും ഉറവിടമായ ക്രിസ്തുവിൻ്റെ അനുയായികളായി തന്നെ തീരും. ജ്ഞാനം നമുക്ക് വർദ്ധിക്കുവാനിടയായിത്തരും. അതിലൂടെ നമുക്ക് അറിവുകൾ സമ്പാദിക്കാനിടയായിത്തരും. ഈ അറിവിലൂടെയാണ് ലോകത്തെ യേശുവിനെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തുവാൻ കഴിയുന്നത്. ഈ അറിവിലൂടെയാണ് യേശു ആരാണ് എന്ന് ലോകത്തിന് വെളിപ്പെടുത്താൻ കഴിയുന്നത്. ഈ അറിവിലൂടെയാണ്, ജ്ഞാനത്തിലൂടെയാണ് സർവശക്തനായ ദൈവം ആര്, എങ്ങനെയുള്ളവൻ, അതാരായിരിക്കുന്നു എന്ന് നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കും. അതിന് ഏറ്റവും പ്രായോഗികമായൊരു കാരണം വേദപുസ്തകത്തിൽ നമ്മുടെ ശ്രദ്ധ മുഴുവനും പകരേണ്ടതാണ്. മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ,
ഇവിടെ ഏറ്റവും വലിയ ഗുരു ആരെന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ്. ഏറ്റവും വലിയ ഗുരു ക്രിസ്തുവാണ്. നമുക്കറിയുന്ന ലോകത്ത് ധാരാളം ഗുരുക്കന്മാരുണ്ട് അല്ലേ? പക്ഷേ ആ ഗുരുക്കന്മാരിലൂടെ നമുക്കിന്ന് ലോകകാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. എന്നാൽ അതിനേക്കാൾ സ്വർഗീയമാകുന്ന നന്മകളെക്കുറിച്ച് മനസ്സിലാക്കുവാനും അറിവിനെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും അറിയുവാനായിട്ട് ക്രിസ്തുവാകുന്ന ഗുരുവിൻ്റെ അരികിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? എത്തേണ്ടതായിട്ട്. അതിലൂടെയാണ് നമുക്ക് പരിജ്ഞാനമുള്ളാകുന്നവർ പരിജ്ഞാനമുള്ളവരായിത്തീരുന്നത്. ഈ പരിജ്ഞാനം നമുക്ക് യേശു ക്രിസ്തുവാകുന്ന ഗുരുവിലൂടെ ലഭിക്കുന്ന ഭക്തിയാണ്. ഈ ഭക്തിയിലൂടെയാണ് തീർച്ചയായും നമുക്ക് ജ്ഞാനം ലഭിക്കും. ഈ ജ്ഞാനത്തിലൂടെ നമുക്ക് അനേകം എന്ത് ചെയ്യാം? അറിവുകൾ പറഞ്ഞു കൊടുക്കുവാൻ ഇടയായിത്തീരും. മറ്റൊരു കാര്യം, യേശു ക്രിസ്തുവിൽ കാണപ്പെടുന്ന പ്രകാരമുള്ള ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ ചിന്തായോഗ്യമായ ഒരു മകൾ വിഷയമാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ഒരു മകൾ വെളിപ്പെടുത്തൽ ഒരു പക്ഷേ അത് ചിന്താ കുഴപ്പങ്ങളൊന്നുമല്ല. അത് നമ്മുടെ അറിവിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചതിനെ കുറിച്ചുള്ളതായ തെറ്റിദ്ധാരണയെക്കുറിച്ചാണ് നമുക്കങ്ങനെ പക്ഷേ ബൈബിളിന് യഥാർത്ഥമായി നമ്മൾ പഠിച്ചു മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് നമുക്ക് ലഭിക്കുന്ന ദൈവകൃപ അത് മറക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ മനസ്സിലെപ്പോഴും അത് തങ്ങി നിൽക്കും. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും അവരെ പഠിപ്പിക്കുവാനും മാത്രമല്ല അറിവുകൾ നേടുവാൻ ഇടയായി തീരുകയും ചെയ്യും. മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കും, എങ്ങനെയാണ് മാനുഷിക മാധ്യമങ്ങൾ എന്ന നിലയിൽ ക്രിസ്തുവായിരുന്നതുപോലെ ഹൃദയത്തിൽ സൗമ്യതയും താഴ്മയും ഉള്ളവരാകുവാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ പാഠശാലയിൽ പഠിക്കുമ്പോൾ എല്ലാ പാഠങ്ങളിലും വച്ച് അത്യന്തം പ്രയോജനകരമായ പാഠമാണ് നമ്മൾ പഠിക്കുക. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ പഠനം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ അറിവ്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ പരിജ്ഞാനം, ഇതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഒരു സത്യക്രിസ്ത്യാനി വിശ്വാസത്താൽ ജീവിക്കാൻ കഴിഞ്ഞത്. ഇതിന് ഏറ്റവും തനതായ മാർഗം വേദപുസ്തകം പഠിക്കുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. അതിലൂടെ നമുക്ക് അറിവുകൾ സമ്പാദിക്കുവാനിടയായിത്തീരും. മറ്റൊരു കാര്യം നമ്മൾ പറയും, എല്ലാ പാഠങ്ങളും വച്ച് അത്യന്തം പ്രയോജനകരമായ പാഠമാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിൽ ഏറ്റവും വലിയ ജ്ഞാനവും അത്യന്തം അത്യാവശ്യമായതും ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. ഏത് കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാലും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് തന്നെയായിരിക്കണം. ആ അറിവ് ഒരുപക്ഷെ നമ്മൾ അവസാനമായി ചിന്തിക്കും, നാം രക്ഷ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് പറയുന്ന ഒരേ ഒരു പുസ്തകം ഏതാണ്? സത്യവേദ പുസ്തകമാണ്. നാം രക്ഷിക്കപ്പെടുവാൻ ഏക മാർഗം മറ്റൊരു പുസ്തകങ്ങളിലുമില്ല, വേദപുസ്തകത്തിലുള്ള. അങ്ങ് രക്ഷയുടെ മാർഗത്തിൽ എത്തിച്ചേരുവാൻ ഈ വേദപുസ്തകം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കണ്ണാടിയായി തീരുവാൻ സ്വർഗത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കുക. നമ്മുടെ ചിന്താവിഷയപ്രകാരം ബൈബിൾ പഠനത്തിൻ്റെ പ്രതിഫലങ്ങൾ അപ്രകാരമായിരിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാൻ പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഇന്ന് ഞങ്ങൾ കേട്ടതായ ദൈവത്തിൻ്റെ വചനങ്ങൾ, കർത്താവ് ബൈബിൾ പഠനത്തിൻ്റെ പ്രതിഫലങ്ങൾ, ഞങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ മഹാകാര്യങ്ങൾ, ജ്ഞാനം, അറിവ് ഇതെല്ലാം സമ്പാദിക്കുവാൻ ഒപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ ഗുരു ഞങ്ങളുടെ യേശു ക്രിസ്തു ഒരുവൻ മാത്രമാണ്. ആ ഗുരുവാകുന്ന യേശുവിൻ്റെ പാതാര വൃന്ദങ്ങളിൽ ഇരുന്നു വചനം പഠിച്ചുകൊണ്ട് ജ്ഞാനികളായി തീരുവാൻ ഞങ്ങൾ ഇടയാക്കണം. പ്രേക്ഷകരായ ഓരോ മക്കളെയും അപ്രകാരം ഇടയായി തീരണം. ഞങ്ങളതിനു വേണ്ടി ഒരുങ്ങുന്നു, സമർപ്പിക്കുന്നു. പ്രാർത്ഥനകടനായ സ്തോത്രം സകലവും യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയായി കെഞ്ചുന്നു. കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.